വീണ്ടും വേറൊരു പഴയ അവസ്ഥയിലേക്ക് അത് പോകുന്നു. അപ്പോൾ ഒരിക്കലും ഇത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അപ്പോൾ മരിക്കുന്നു ജനിക്കുന്നു തോന്നുന്നത് അതിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണാമത്തിൽ ഉണ്ടാകുന്നൊരു രൂപമാണ്. വാസ്തവത്തിൽ ആ രൂപവും നിരന്തരം പരിണാമം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിണാമം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിന് ആത്യന്തികമായൊരു നാശം എന്ന് പറയുന്നത് ഇല്ല. അപ്പം നമുക്ക് നാശമില്ലാത്തവരാണെന്ന് അറിയണമെങ്കിൽ നമ്മളെ സ്ഥൂലരൂപത്തിൽ കണ്ടാൽ പോരാ. നമ്മളെ ഈ സ്ഥൂലരൂപത്തിൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു മരിച്ചു തോന്നും. നമ്മൾ എനർജിയാണ്, ഊർജമായി വികസിച്ചു വന്നവരാണ്, പരിണമിച്ചു വന്നവരാണ് എന്ന് മനസ്സിലായല്ലോ. ഊർജത്തിനൊരിക്കലും ജനനവുമില്ല. അപ്പോൾ ഊർജം എന്ന കാരണം രൂപമെന്നൊരു പരിണാമ കാര്യമായി മാറിയിരിക്കുകയാണ്. അപ്പം ഇത് കാര്യമായിരിക്കുമ്പോഴും കാരണമായ ഊർജം തന്നെയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം ആ തലത്തിൽ നമ്മളെയൊന്ന് ഉറച്ചു കാണാൻ നമുക്ക് ബുദ്ധിയെയും മനസ്സിനെയും ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മരണം എന്ന് പറയുന്നതിനോട് വലിയ പേടിയുണ്ടാവില്ല. കാരണം മരണം എന്ന് പറയുന്നത്, അവർക്ക് പറയൂ, ഇല്ലാത്തതൊന്നാണ്. മരണം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. ഇവിടെ ഉള്ളത് മാറ്റമേ ഉള്ളൂ, പരിണാമമേ ഉള്ളൂ. പരിണാമം എന്നത് ഊർജത്തിൻ്റെ സ്വഭാവമാണ്. ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഊർജം പരിണാമം സംഭവിച്ച്, അതായത് വെള്ളത്തിലൊരു കുമിള ഉണ്ടാകുന്നതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അതെങ്ങനെ വെള്ളത്തിൽ കുമിള ഉണ്ടാകുക എന്നുള്ള വെള്ളത്തിൻ്റെ സ്വഭാവമാണ്. അതുപോലെ ഊർജത്തിൽ നിന്ന് രൂപങ്ങൾ പരിണമിച്ചുണ്ടാവുക എന്നത് ഊർജത്തിൻ്റെ സ്വഭാവമാണ്. രൂപവും ഊർജവും രണ്ടല്ല, ഊർജവും രൂപവും ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ രൂപമില്ല, എന്തേ ഉള്ളൂ? ഊർജമേ ഉള്ളൂ. രൂപം എന്ന് പറയുന്നത് ഊർജത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതീതി മാത്രമാണ്. അയ്യോ, അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമ്മുടെ തലവെപ്പുണ്ടാക്കണം. ഊർജത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതീതി മാത്രമാണ് ഏത്? രൂപങ്ങൾ. ആ തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നല്ല ബുദ്ധി വേണം. കാരണം അത്രയും നമ്മൾ രൂപത്തെ കാണുമ്പോഴാണ്, ഊർജത്തെ നമ്മൾ തെളിഞ്ഞ് കാണുമ്പോഴാണ് രൂപം എന്നതൊരു പ്രതീതിയാണെന്ന് നമുക്ക് അവർക്ക് പറയൂ തോന്നുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം നമ്മൾ കാണുന്നത് ഒരു പപ്പടവട്ടത്തിലാണ്. സൂര്യന്റെ രൂപം ഒരു പപ്പടവട്ടത്തിലാണോ? 10 ഭൂമി ചേർന്നാൽ ഒരു വ്യാഴമായി എന്നാ പറയുന്നത്. 10 ഭൂമി ചേർന്നാൽ ഒരു വ്യാഴത്തിന്റെ വലിപ്പം. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? മനസ്സിലായില്ല? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 10 ഭൂമിയുടെ വ്യാസം ചേർന്നാൽ ഒരു വ്യാഴം, 10 വ്യാഴത്തിന്റെ വ്യാസം ചേർന്നാൽ ഒരു സൂര്യൻ. തലയുടെ ഉള്ളിൽ കൂടെ കിളി പറക്കില്ലേ? ആ സാധനത്തിനെയാണ് നമ്മൾ പപ്പട രൂപത്തിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു മാമിയുടെ ചക്കപ്പപ്പടം കുറച്ചുകൂടി വലുതാവുന്ന അത്രയും ഒരു വലിപ്പത്തിൽ നമ്മൾ കാണുന്നു. അത് വെറും ആ രൂപത്തെ നമ്മൾ എന്താ പറയുക? സത്യമാണോ? അതാണോ അതിൻ്റെ വലിപ്പം? അത് കേവലം ഒരു പ്രതീതി മാത്രമാണ്. യാഥാർത്ഥ്യവുമായിട്ട് അതിന് ഇതുപോലെ ഈ കാണുന്ന രൂപം യാഥാർത്ഥ്യമല്ല, അതൊരു പ്രതീതിയാണ്. യാഥാർത്ഥ്യം ജനന മരണമില്ലാത്ത ഊർജമാണ്. നിങ്ങളങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്പന്ദനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഊർജസ്പന്ദനമാണ് ഇവിടെ ഉള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ ലേശം തലേക്കൊന്ന് ഉഷാറാക്കണം. അപ്പോഴാണ് ഫിസിക്സും നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് ചേരുന്നത്. ഇനി നമ്മൾ ഒരു പടിയും കൂടെ കടക്കുകയാണ്. ഈ ഊർജസ്പന്ദനമാണെന്ന് അത് മറക്കരുത്, കണ്ണിവിടരുത്. ഊർജസ്പന്ദനമാണെന്ന് അറിയണമെങ്കിൽ ഒരു നിരീക്ഷകൻ വേണം. അപ്പൊ ഈ സ്പന്ദനം എവിടെ നടക്കുന്നു?
അറിയുന്ന ബോധമുണ്ടെങ്കിലേ ഈ സ്പന്ദനത്തെ നമുക്കറിയാൻ സാധിക്കുള്ളൂ എങ്കിൽ അറിയുന്ന ബോധത്തിലാണ് ഈ സ്പന്ദനം നടക്കുന്നത്. മനസ്സിലായില്ല? അറിയുന്ന ബോധത്തിലാണ് സ്പന്ദനം നടക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സാധനമേ ഉള്ളൂ. നിരീക്ഷകനായ ബോധവും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഊർജവും, ഇത്രയേ ഉള്ളൂ. അതാണ് ഋഷിവര്യന്മാർ പറയുന്ന, നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശിവനും ശക്തിയും, അല്ലെങ്കിൽ പുരുഷനും പ്രകൃതിയും, ദേഹവും ദേഹിയും. മനസ്സിലായില്ലേ? എത്ര വാക്കുകളാണ് അത്രയും തരാൻ നിങ്ങൾക്ക്. അപ്പൊ ഇത് രണ്ടേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്ന സാധനമാണ് നമ്മുടെ ചിന്തകൾ. അതിൽ ബോധവുമുണ്ട്, പ്രകൃതിയുണ്ട്. പ്രകൃതി ഉണ്ട് എന്ന് പറഞ്ഞാൽ പല വികാരങ്ങളൊക്കെ പ്രകൃതിയല്ലേ? കാരണം അതും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പുരുഷനും പ്രകൃതിയും കൂടി ചേർന്നിരിക്കുന്നൊരു സാധനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറയുന്നത്. പ്രകൃതിയുടേതായ വികാരസ്പന്ദനവും ബോധത്തിൻ്റെ ബോധവും ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ 3 ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ്? ഒന്ന്, സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സകല രൂപങ്ങളുമാകുന്ന ഊർജം, ശക്തി, എന്തു വേണേ വിളിച്ചോളൂ. 2, ഇതിനെയൊക്കെ അറിയണമെങ്കിൽ ആര് വേണം? ബോധം. ഈ അറിയുന്ന ബോധത്തിൽ നിന്നും പ്രകടമായി ഈ പ്രകൃതിയോട് ചേർന്ന് അതിൻ്റെ താളത്തിനനുസരിച്ച് പോകുന്ന ഒരു പ്രകൃതിയും പുരുഷനും ചേർന്നിരിക്കുന്ന ബോധമനസ്സ്, അല്ലെങ്കിൽ ബോധചിന്തകൾ. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇതല്ലാതെ വേറൊന്ന് ഇല്ല. ഇതിനെയാണ് ഋഷിവര്യന്മാര് ഈ സ്പന്ദിക്കുന്ന പ്രകൃതിയെ പ്രപഞ്ചം എന്ന് വിളിച്ചത്. കാരണം ഇത് സ്പന്ദിച്ച് വികസിക്കുന്നത് 5 രൂപത്തിലാണ്. പരിണാമം 5 രൂപത്തിലാണ്. ഈ സ്പന്ദനത്തെ അറിയുന്ന ബോധത്തെ അവർ ഈശ്വരൻ എന്ന് വിളിച്ചു. ഇതിന് രണ്ടിലെ ഇടയിൽ കുരുങ്ങിക്കിടക്കുന്ന, അതുമല്ല ഇതുമല്ല അതുമല്ല ഇതുമല്ലാതെ കിടക്കുന്ന മനസ്സിനെ അവർ ജീവാത്മാവ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ ഈ 3 ഉള്ളൂ. ആരൊക്കെ? ജീവ, ജഗത്ത്, ഈശ്വര. ആരൊക്കെയാണ്? ജീവ, ജഗത്ത്, ഈശ്വര. അപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ബോധം. ഇത് രണ്ടും കൂടി ചേർന്ന ബോധമുണ്ടോ? ബോധമുണ്ട്. എന്നാൽ ചഞ്ചലതയും എല്ലാവിധ സ്പന്ദനവുമുള്ള ഒരു മനസ്സ്. അപ്പൊ ബോധവും സ്പന്ദനവും കൂടി ചേർന്നിരിക്കുന്ന അവസ്ഥ ജീവാത്മാവ്. ഇതിനെയെല്ലാം നിരീക്ഷിക്കുന്ന ബോധം ഈശ്വരൻ, പരമാത്മാവ്. ഇതെല്ലാം കണ്ട് അനുഭവിക്കാനുള്ളൊരു, ഈ മനസ്സിനെ അനുഭവിക്കുന്ന ഒരു പ്രപഞ്ചം, സ്പന്ദിച്ചു ഊർജം. ക്ലിയറാണോ പറയുന്നത്? ഇത് 3 അല്ലാതെ 4മത്തതായി ഒന്ന് ഇവിടെ ഇല്ല. അപ്പൊ നോക്കൂ, ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ നാം പൂർണ്ണത കണ്ടെത്താൻ നമ്മുടെ മനസ്സ് ശ്രമിച്ചാൽ അട്ടർ ഫെയിലിയറാണ്. കാരണം സ്പന്ദിക്കുന്നതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. നമുക്കാണെങ്കിൽ ഒരു സ്ഥായിയായൊരു സുഖം വേണം. നമ്മുടെ ശരീരത്തിൻ്റെ സ്പന്ദനത്തെ, മാറ്റത്തെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. ആരുടെ മനസ്സിനെയും നമുക്ക് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. ഉണ്ടോ? ആരുടെ മനസ്സിനെ? അപ്പൊ പിന്നെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ മറ്റുള്ളവരെ സുരക്ഷിതരാക്കും, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണം. ഇതൊക്കെ കൊടിയ ദുഃഖത്തിലേക്കുള്ള യാത്രയാണ്. കാരണം ഒരു മനസ്സിനെയും നമുക്ക് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അപ്പൊ പിന്നെ ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഈ മനസ്സിൻ്റെ
ഈ തരത്തിലുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ബോധശക്തിയെ ഉപയോഗിച്ച് ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഇതിൻ്റെ ഡൈവേർഷൻ മാറ്റിയെടുക്കുന്നേ വഴിയുള്ളൂ. അപ്പം ഈ അസ്വസ്ഥതയുടെ ലോകത്തിൽ നിന്നും നമുക്ക് മാറാം. അങ്ങനെ ബോധശക്തി ഉപയോഗിച്ച്, ഞാൻ ആവർത്തിക്കണ്ടല്ലോ, നാമത്തിൽ ഏകാഗ്രമാക്കി അതിൽ ലയിപ്പിച്ച് അതിൽ കിട്ടുന്ന ഒരു സുഖത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ നമുക്ക് മനസ്സിലായി, എനിക്ക് സുഖം തരാൻ വേറൊരാളുടെ ആവശ്യമില്ല. ഈ സുഖം എവിടെയുണ്ട്? പിന്നെ എനിക്ക് ഈ സുഖം തരുന്ന ബോധം തന്നെയാണ് എല്ലാ മനസ്സുകളെയും നിലനിർത്തുന്നത്. രണ്ടാമതൊരു ബോധം ഇവിടെ ഇല്ല. എല്ലാവരും വന്നിരിക്കുന്നത് അതേ ബോധത്തിൽ തന്നെയാണ്. അപ്പം ഞാൻ വേറൊരാളെ ആശ്രയിക്കണോ? വേറൊരു മനസ്സിനെ ആശ്രയിക്കണോ? ചഞ്ചലമായി കൊണ്ടിരിക്കുന്നൊരു മനസ്സിനെ ആശ്രയിക്കണോ? പറയൂ. അതുകൊണ്ടാണ് പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരുന്നത്. ഇന്ന് പറയും നീ എൻ്റെ ഹൃദയേശ്വരിയാണെന്ന്, നാളെ പറയും നീ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ എനിക്ക് കലി വരുന്നു, ഇന്ന് പറയും നിങ്ങളെൻ്റെ പ്രാണനാഥനാണെന്ന് പറയും, നാളെ പറയും നിങ്ങളെപ്പോലൊരു മഹാചതിയൻ ദുഷ്ടൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കൈകേയിയോടുള്ള ദശരഥൻ്റെ സമീപനം തന്നെ പോരെ ഇല്ലേ? 2 വരങ്ങൾ ചോദിക്കുന്നത് വരെ കൈകേയിക്ക് ആരായിരുന്നു? വരങ്ങൾ ചോദിച്ചതോടുകൂടി ആദ്യം പറഞ്ഞ വാക്കുകൾ വല്ല സത്യമാണോ? പറയൂ നിങ്ങൾ, വല്ല സത്യത്വം ഉണ്ടായിരുന്നു അതിൽ? കാരണം മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരിക്കലും ഒരേ രീതിയിൽ പിടിച്ചു നിർത്താൻ, അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് വീഴരുത്. കാരണം ഇന്ന് സ്നേഹിക്കണമെന്ന് പറയുന്ന ആള് നാളെ പാമ്പിനെ കൊണ്ടുവരുമോ നമുക്ക് അറിയില്ല. കാരണം അതാണ് ലോകം. ആരുടെയും വാക്കുകളിൽ ഒരിക്കലും വീണു പോരുത്. കാരണം അവരുടെ വാക്കിന് തന്നെ ഒരു സ്ഥിരത ഇല്ല. വേണമെങ്കിൽ നിങ്ങൾ സംശയിച്ചോളൂ, അല്ലെ നോക്കിക്കോളൂ. നിങ്ങളെ അത്ര സ്നേഹിക്കണോ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ നിങ്ങളൊരു കാട്ടിൽ പോവുക, കഷ്ടകാലത്തിന് ഒരു പുലിയുടെ മുന്നിൽ പെടുക, നോക്കാം ശരിക്കും ആരോടാ സ്നേഹം എന്നുള്ളത്. ഇതൊന്നും വേണ്ടാത്ത നിങ്ങൾ, അവര് ജീവനും കൊണ്ട് അവിടുന്ന് ഓടും. നമ്മളോട് ഒരു കാര്യം കൂടി പറയും, എന്ത്? ഓടു 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 വേഗം ഓടുമെന്ന്. അല്ല, എനിക്ക് ഓടാൻ പറ്റില്ല, എന്നെ എടുത്തുകൊണ്ട് പോകുന്നു. എന്നാ കാണാലോ നമുക്ക്. അത്രയേ ഉള്ളൂ ജീവിതം. അപ്പോൾ ഈ സ്നേഹമുണ്ടെന്നും നിങ്ങളില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിലൊന്നും പോയി തലയിട്ടിട്ട് ആത്മഹത്യ ചെയ്യാനൊന്നും പോണ്ടതില്ല. കാരണം ആരുടെ മനസ്സും ആരുടെയും കൂടെ ഇല്ല. കാരണം അവരുടെ കൂടെ തന്നെ ഇല്ലാത്തൊരു സാധനം വേറെ ആളുടെ കൂടെ എങ്ങനെയുണ്ടാവുക? നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ കൂടെ ഇല്ല. ഉണ്ടോ? നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ഉറക്കം വേണ്ട സമയത്ത് അത് സ്വപ്നം കാണാൻ പോവും. നമുക്ക് ഉറക്കം വേണ്ട സമയത്ത് അത് സ്വപ്നാടത്തിന് പോവും. നമുക്ക് വല്ലതും സ്വസ്ഥമായിരുന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഉള്ള തലവേദന മുഴുവൻ ഉണ്ടാക്കിത്തരും. ഒരു കാര്യത്തിലും ഏകാഗ്രമാക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ കുട്ടികളോട് ചോദിച്ചൊക്കെ വല്ലതൊന്ന് ഗൗരവപൂർവ്വം ഇരുന്ന് പഠിക്കണം എന്ന് നോക്കുമ്പോണ്ടല്ലോ, അപ്പം ഇവിടെ നിന്ന് വെട്ടിത്തറയ്ക്കും തലവേദന എടുക്കണോ. മനസ്സ് അങ്ങനെയൊന്നും ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കില്ല. അപ്പം അവരുടെ കയ്യിലാണോ അവരുടെ മനസ്സ്? പറയൂ. ആ മനസ്സെങ്ങനെ വേറൊരാളുടെ കയ്യിലാവുക? ആർക്കും പിടികിട്ടാത്ത ഒരു സാധനമാണ് മനസ്സ്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ടു ധർമ്മപതി, എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് അമ്പോരുഹാക്ഷഹരിനാരായണായ നമ. എൻ പാപമൊക്കെ അറിയാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കെട്ടു ധർമ്മപതി. എന്താ പറയുന്നത്? എൻ പാപമൊക്കെ അറിയാൻ, ധർമ്മപതി അറിയാൻ. ആരാ ധർമ്മപതി?
ധർമ്മത്തിൻ്റെ പതി ആയ, പൊതുവെ ഇതിനൊരു കഥാരൂപത്തിലുള്ള വ്യാഖ്യാനം കൊടുത്താൽ കാലദേവൻ. ആരാണ്? കാലൻ. അപ്പം മരണസമയത്ത് കാലൻ ചിത്രഗുപ്തനോട് ചോദിക്കും. ആരാ ചിത്രഗുപ്തൻ? ചിത്രഗുപ്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്വഭാവത്തെ എഴുതി വെക്കുന്നവനാണ് ആര്? ചിത്രഗുപ്തൻ. അപ്പൊ പൊട്ടന്മാരായ ഹിന്ദുക്കൾ കരുതിയത് എന്താണെന്നറിയോ? കുറേ യൂസ്ലെസ് ഹിന്ദുക്കൾ ഉണ്ടാവുമല്ലോ, കുറേ വിവരമില്ലാത്ത ഹിന്ദുക്കൾ. അവർ കരുതിയത് യമലോകം എന്നൊരു ലോകത്തിൽ യമരാജാവിൻ്റെ ടൈപ്പിസ്റ്റ്, പണ്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ആയിരുന്നല്ലോ, ഇപ്പോൾ അവിടെ കമ്പ്യൂട്ടറൈസ് ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ടൈപ്പിസ്റ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഈ പറ്റ് കണക്ക് എഴുതി വയ്ക്കുന്ന പോലെ, പണ്ടൊക്കെ ഈ കടയിൽ നിന്ന് നിങ്ങൾ സാധനം മേടിക്കുമ്പോൾ മാസത്തിൽ കാശ് കൊടുക്കുന്നവരെന്ത് ചെയ്യും? അതിനെന്താ പറയുക? പറ്റ് മേടിക്കുക. അപ്പം ഈ പറ്റ് കണക്ക് എഴുതി വയ്ക്കുന്ന പോലെ ഈ ചിത്രഗുപ്തൻ്റെ ജോലിയാണ് എന്ത്? നിങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസം ചെയ്യുന്നതെന്ന്. അപ്പം ഈ പാർലമെൻറ്റ് പ്രൊസീഡിങ്സൊക്കെ അവിടെ എഴുതി വയ്ക്കണമെന്നാണ്, അത് റെക്കോർഡ് ചെയ്യപ്പെടണമെന്നാണ്. ഇതുപോലെ കോർട്ട് പ്രൊസീഡിങ്സൊക്കെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അവിടെ ലോയേഴ്സൊക്കെ ആർഗ്യൂ ചെയ്യുന്നതും മറ്റും ജഡ്ജ് അതിൻ്റെ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് കോർട്ട് പ്രൊസീഡിങ്സാണ്. ഇതുപോലെ നമ്മളെ പാർലമെൻറ്റ്, സെക്രട്ടേറിയറ്റിൽ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് കൊടുക്കുന്ന ഉത്തരങ്ങളൊക്കെ എഴുതാൻ ആളുകളുണ്ട്. ഇപ്പോഴതൊക്കെ റെക്കോർഡിങ്ങിലേക്ക് പോകുന്നുണ്ട്. കാരണം അങ്ങനെ പണ്ടത്തെ പോലെ എഴുതാനുള്ള വേഗതയുള്ള ആളുകളൊക്കെ ഇപ്പോൾ കുറവാണ്, ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം. ഇപ്പം പണ്ടൊക്കെ ആളുകൾക്ക് ഇതൊക്കെ വേഗം വേഗം ഷോർട്ട് ഹാൻഡിൽ എഴുതി വെക്കണം. ഇപ്പം ഈ തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം അത് റെക്കോർഡായിട്ട് മാറും. ഇതുപോലെ ഒരു ടൈപ്പിസ്റ്റിനെ പണ്ടേ ആര് വെച്ചിട്ടുണ്ട്? യമരാജാവ് വെച്ചിട്ടുണ്ട്. എത്ര ടൈപ്പിസ്റ്റ് ഉണ്ട് എന്നറിയില്ല, എന്തായാലും ഒരാളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ചിത്രഗുപ്തൻ, അയാളുടെ പേരാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത്. ഈ ചിത്രഗുപ്തനോട് ഓരോരുത്തരുടെയും അവസാന നാളിൽ ഈ യമരാജാവ് ചോദിക്കും, എന്ത്? സമ്പൂർണ്ണ ലിഖിതഹിരം, ഇയാളുടെ ഹിസ്റ്ററി എന്തൊക്കെയാണെന്ന്. അപ്പം നിങ്ങൾ ചെറുപ്പകാലത്ത് തുമ്പിയെ പിടിച്ചത് മുതൽ മരിക്കുന്നത് വരെ, നിങ്ങൾ കൊതുകിനെ കൊന്നത് വരെയുള്ള കഥകൾ ആര് പറയണം? ഈ ചിത്രഗുപ്തൻ. ആ പേജും പുസ്തകം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു മഹാഭാരതം പലരുടെയും ജീവിതത്തിൽ എഴുതി വെക്കാനുണ്ടായിട്ടുണ്ടാവും. കാരണം കയ്യിലിരിപ്പ് കൂടുന്തോറും എഴുതുന്നതിൻ്റെ ആ വോള്യൂംസ് വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെ കേട്ടതിന് ശേഷം ഇദ്ദേഹം തീരുമാനിക്കും ഇതിൽ പുണ്യത്തിൻ്റെ ഭാഗം എത്രയുണ്ട്, പാപത്തിൻ്റെ ഭാഗം എത്രയുണ്ട്. പിന്നെ ഈ പുണ്യപാപങ്ങൾ അനുഭവിക്കാൻ അവരെ സ്വർഗനരകാദികളിലേക്ക് അയക്കുന്നു എന്നാണ് പണ്ട് കാലത്തുള്ള ആളുകളുടെ ഒരു വിശ്വാസം. ഇതൊക്കെയാണ് ജനങ്ങൾ. അപ്പം ഇവിടെ പറയുന്നത് എൻ പക്കലുള്ള ദുരിതം, ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യണം? പാർത്തു കാണണം. അവിടുന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിട്ട് എന്നെ ആ ദുരിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുപോകുന്ന പോലെ, ആരെങ്കിലും നേതാക്കന്മാരെ പിടിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിലുള്ള കേസിനെ ഒതുക്കി തീർക്കുന്ന പോലെ ദൈവത്തോട് ശുപാർശ ചെയ്യാണ്. എന്ത്? ഞാൻ അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഞാൻ അങ്ങേക്ക് കുറേ നെയ്വിളക്കും പാൽപ്പായസമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? എൻ്റെ ഈ കണക്കൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഒന്ന് വന്ന് ഇടപെട്ടിട്ട് എന്നെ ദുരിതത്തിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെ ഒന്ന് കൊണ്ടുവരണം, പുറത്ത് കടത്തണം. അപ്പം ദൈവത്തിനിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഇതാ കൊടുത്തിരിക്കുന്നത്. അതും ഏത് രാഷ്ട്രീയക്കാരൻ? ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അല്ലാത്തവൻ പറഞ്ഞാൽ പോലീസുകാരൻ കേൾക്കൂ. അപ്പോൾ പോലീസുകാരൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഭരണത്തിൽ സ്വാധീനമുള്ള ഒരാൾ കേൾക്കണം, പറയണം. ഇതുപോലെയാണ് ഇപ്പം നമ്മൾ ദൈവത്തോട് പറയണത്. യമരാജാവ് ഹിസ്റ്ററി വായിച്ച് കേൾക്കുമ്പോൾ എൻ്റെ ഹിസ്റ്ററി മോശമാണെങ്കിൽ അങ്ങനെ ജയിലിലേക്ക് പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന്. ഇതാണ് അതിൻ്റെ സ്ഥൂലാർത്ഥം നമുക്ക് വായിക്കുമ്പോൾ തോന്നുക. എന്നാൽ ഒരു വലിയ സയൻസ് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ആരാണ് ഈ ചിത്രഗുപ്തൻ എന്ന് പറയുന്നത്?
നമ്മൾ മനുഷ്യൻ പഠിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരികയാണ് ഹരിനാമകീർത്തനം. സാധാരണ നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ മനസ്സിന് വല്ലാത്ത സുഖം, സന്തോഷം, ദുഃഖം എന്നൊക്കെ. ഈ മനസ്സിൻ്റെ എന്താ പറയുക രൂപം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പം നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് എൻ്റെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു, എൻ്റെ മനസ്സിന് സന്തോഷമായി. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയൂ. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ സാധനം? മനസ്സെന്ന് പറഞ്ഞാൽ എന്താ സാധനം? സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ചിന്തയാണ്. അപ്പോൾ ചിന്തകളാണ് സന്തോഷവും, ചിന്തകളാണ് മനസ്സും. അപ്പം മനസ്സെന്ന ചിന്തയുടെ അകത്ത് വേറൊരു ചിന്തയോ? മനസ്സെന്ന ചിന്തയ്ക്കകത്തൊരു വേറെ ചിന്തയാണോ? അങ്ങനെ ഉണ്ടാവുമോ? ഒരു ചിന്തയ്ക്കുള്ളിൽ വേറെ ചിന്ത? അപ്പം നിങ്ങൾ സന്തോഷം എന്ന് പറയുമ്പോൾ മനസ്സും സന്തോഷം ഒന്നാണോ, അതോ മനസ്സിലാണോ സന്തോഷം? ഞാൻ പറയണത് ശ്രദ്ധിക്കണം, നിങ്ങൾ വെഡിത്തരം വിളിച്ചു പറയരുത്. മനസ്സും സന്തോഷവും ഒന്നാണോ? ദുഃഖവും മനസ്സും ഒന്നാണോ? അതോ മനസ്സിലാണോ ദുഃഖവും മനസ്സിലാണോ സന്തോഷം? മനസ്സിലാണ് സന്തോഷം. ഇനി വെഡിത്തരം പറയരുത് നിങ്ങളെ. ഈ മനസ്സെന്ന് പറയുന്നത് എന്താ? ചിന്തയാണ്. സന്തോഷം എന്ന് പറയുന്നതോ? അപ്പൊ ചിന്തയുടെ ഉള്ളിൽ ചിന്തയോ? ചിന്തയുടെ ഉള്ളിൽ ചിന്തയോ? പറയൂ. ചിന്തയുടെ ഉള്ളിൽ ചിന്തയുണ്ടാവുമോ? ഉണ്ടാവുമോ? അപ്പൊ പിന്നെ മനസ്സിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റല്ലേ പറയണത്? മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ ചിന്തയാണെന്ന് പറയുകയാണെങ്കിൽ, സന്തോഷവും ചിന്തയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ, അപ്പം മനസ്സെന്ന ചിന്തയുടെ ഉള്ളിൽ സന്തോഷമുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ തെറ്റാണോ? പറയൂ. ഇപ്പം മനസ്സിലാവുന്നില്ലേ നമുക്ക് ഈ കുന്ത അറിയില്ല എന്നുള്ളത്? നമ്മൾ ഓരോ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് സത്യത്തിൽ അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം മനസ്സിലാക്കണം, മനസ്സ് എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്താണ്? ബോധചിന്തയാണ്. നമ്മളെപ്പോഴും വിട്ടുപോകുന്നൊരു പാർട്ട് അതാണ്. ഈ എൻ്റെ മനസ്സിന് ഒരു സന്തോഷമില്ല എന്ന് പറയുമ്പം, എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നിരീക്ഷകൻ വന്നു കഴിഞ്ഞു. ഞാനെന്നൊരു നിരീക്ഷക ഭാവം അവിടെ വന്നു. നിരീക്ഷിക്കുന്നത് എപ്പോഴും ബോധം തന്നെയാണ്. ഇനി നിരീക്ഷിക്കപ്പെടുന്നത് ചിന്തയാണ്. അപ്പം മനസ്സെന്ന് പറയുന്നത് വെറും ചിന്തയാണ്, അല്ലാതെ അത് വേറൊരു വസ്തു അല്ല. അപ്പം എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് നാം അറിയാതെ പറയുന്ന ഒരു പ്രയോഗമാണ്. എന്ത്? എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മനസ്സിനാണ്. നമ്മളറിയുന്നില്ല ഈ മനസ്സെന്നത് പറയാൻ നമുക്ക് സാധിക്കുന്നത് ബോധമുള്ളത് കൊണ്ടാണ്. അപ്പൊ ബോധം ഒരു സന്തോഷത്തെ നിരീക്ഷിക്കുമ്പോഴല്ലേ, ബോധം ഒരു ദുഃഖത്തെ നിരീക്ഷിക്കുമ്പോഴല്ലേ നമുക്ക് ദുഃഖമാണെന്നും സുഖമാണെന്നൊക്കെ പറയാൻ സാധിക്കുന്നത്. അപ്പൊ ശരിയായൊരു ഭാഷ എന്തായിരിക്കും? എനിക്ക് സന്തോഷമുണ്ടെന്ന് ബോധമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബോധത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നു, എൻ്റെ ബോധത്തിൽ ഈ മനസ്സിൽ സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നതിന് പകരം, കാരണം മനസ്സും സന്തോഷവും ഒന്നാണ്. അതിനെ ബോധിക്കുന്നത്, അറിയുന്നത്, മനസ്സിലാക്കുന്നത് ബോധമാണ്. അപ്പൊ ഇതൊക്കെ എവിടെ സംഭവിക്കുന്നത്? ബോധത്തിന്. അപ്പൊ ബോധത്തിന് ശ്രദ്ധിക്കണം, ഇനി വളരെ ശ്രദ്ധിക്കണം. ബോധത്തിന് സന്തോഷം എന്നൊരു ചിന്തയെ സ്വാംശീകരിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ അതിന് സാധിക്കും. ഈ ബോധത്തിന് ദുഃഖം എന്നൊരു ചിന്തയെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ബോധത്തിൻ്റെ കഴിവാണ് ചിന്തകളെ ഉണർത്തുക, ചിന്തകളെ നിലനിർത്തുക, ചിന്തകളെ കെട്ടടക്കുക എന്നത്
ബോധത്തിൻ്റെ കഴിവാണ്. ഇത് മറക്കരുത് നിങ്ങൾ. ബോധത്തിൻ്റെ കഴിവാണ് ചിന്തകളെ ഉണർത്തുക, നിലനിർത്തുക, ഉറക്കുക എന്നുള്ളത്. അപ്പം ഈ 3 കാര്യങ്ങൾ ഉണർത്തുകയും നിലനിർത്തുകയും ഇത് ഉറക്കുകയും അല്ലെങ്കിൽ കെട്ടടക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ബോധത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെങ്കിൽ മനുഷ്യൻ്റെ, ശ്രദ്ധിക്കണം, അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചതിൻ്റെ ഒരു സ്മരണയും അനുഭവങ്ങളോടുള്ള നമ്മുടെ ആസക്തിയുടെ ആഗ്രഹത്തിൻ്റെ ചിന്തയും അവിടെ വെച്ച് കൊണ്ടാണ് അനുഭവങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പം നമ്മളൊരു അനുഭവം അനുഭവിക്കുമ്പോൾ ബോധം അതിൻ്റെ അനുഭവിച്ച സ്മരണകൾ ചിന്തകളുടെ രൂപത്തിൽ അനുഭവിച്ച അനുഭവത്തിൻ്റെ സ്മരണകൾ ചിന്തകളുടെ രൂപത്തിൽ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചിന്തകളെയാണ്, സ്മരണകളെയാണ് ചിത്രഗുപ്തൻ എഴുതുന്ന, നമ്മുടെ ഉള്ളിൽ എഴുതുന്ന, തലച്ചോറിൽ എഴുതുന്ന ചിത്രഗുപ്തൻ്റെ തലവര എന്ന് പറയുന്ന, തലയിലെഴുത്തെന്ന് പറയുന്ന എന്താ പറയുക, ചിന്തകൾ. ഇത് എഴുതുന്നത് മുഴുവൻ, ഇത് എഴുതിക്കുന്നത് മുഴുവൻ മറ്റാരുമല്ല, ആര് തന്നെയാണ്? നമ്മളിലെ ബോധം തന്നെയാണ്. ബോധത്തിന് അതിനുള്ളൊരു കഴിവുണ്ട്. എല്ലാം ഓർത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർമ്മയിൽ നിൽക്കുക. അപ്പം എന്തും നമ്മൾ അനുഭവിച്ചതൊക്കെ ഓർമ്മയിൽ ഓർത്ത് വയ്ക്കാനുള്ള കഴിവ് ബോധത്തിൽ അവിടെ അന്തർലീനമായി കിടക്കുന്നുണ്ട്.